ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാകട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മേവരെയും നയിക്കുമാറാകട്ടെ. കർമ്മതലങ്ങൾ, ഈ ഒരു കാര്യത്തെയാണ് നമ്മൾ ഇന്നലെ സംസാരിച്ചു തുടങ്ങിയത്. കർമ്മതലങ്ങളും കർമ്മഫലങ്ങളും എന്നുള്ളത്. അപ്പൊ കർമ്മതലങ്ങളിൽ ഈ കർമ്മം എന്നുള്ളത് തുടങ്ങുന്നത് എവിടെയാണ്? ആ വിഷയമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇതിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? തോട്ട് ഇസ് കർമ്മ, ഇസ് എനർജി റിട്ടേൺസ് ആസ് ഗുഡ് ഓർ ബാഡ് റിസൾട്ട്. ചിന്ത എന്ത് കർമ്മതലം. ചിന്തയിലാണ് കർമ്മത്തിന്റെ തുടക്കം. അതിനാൽ ചിന്തയെയും ഒരു കർമ്മമായി കാണണം. ചിന്ത ഊർജത്തിന്റെ ഗതിവിന്യാസമാണ്. അത് പ്രകൃതിയിലേക്ക് ഊർജ തരംഗങ്ങളെ പ്രവഹിപ്പിച്ച് പ്രതിഫലിപ്പിക്കും. ശുഭചിന്തകൾ ശുഭതരംഗങ്ങളെയും അശുഭചിന്തകൾ അശുഭതരംഗങ്ങളെയും ഉളവാക്കും. അത് ആകാശമണ്ഡലത്തിൽ അല്ലെങ്കിൽ ഹോളോഗ്രാഫിക് മണ്ഡലത്തിൽ പ്രതിഫലനങ്ങളായി തിരികെ വരും. ആകർഷണ നിയമം അനുസരിച്ച് നല്ല വിചാരങ്ങൾ നന്മയെയും ദൂഷ്യ വിചാരങ്ങൾ അല്ലെങ്കിൽ വിദ്വേഷം, വെറുപ്പ്, ദേഷ്യം എന്നിവ അതേ ദൂഷ്യഫലത്തെയും ആകർഷിക്കും. ഇതാണ് കർമ്മ പ്രതികർമ്മങ്ങളുടെ അടുത്ത തലം. കർമ്മത്തെക്കുറിച്ച് തന്നെയാണ്. കർമ്മം എന്ന് പറയുന്നത് ധർമ്മത്തെ അതിന്റെ പ്രവൃത്തിയാക്കി മാറ്റുമ്പോൾ ഉണ്ടാവുന്ന ഒന്നാണ്. ധർമ്മം നടപ്പിലാക്കുന്നത് എങ്ങനെയോ അതിനായിട്ട് എന്താണോ ചെയ്യുന്നത് അതാണ് കർമ്മമെന്ന് നമ്മൾ പറയുന്നു. ഇതിന് പലതരം വ്യാഖ്യാനങ്ങളുണ്ട്. അത് പ്രത്യേകിച്ചും ഈ ഭാരത ഭാഷയിൽ നിന്നും അത് ആംഗലത്തിലേക്ക് പരിവർത്തിപ്പിച്ചപ്പോ അതിന് പല ഉപാഖ്യാനങ്ങളും വന്നിട്ടുണ്ട്. നമ്മളിവിടെ പറയുന്നത് ചിന്ത കർമ്മമാണ് എന്നതാണ്. എന്താണ് ചിന്ത? നമുക്കറിയാം, മനസ്സിനെ കുറിച്ചുള്ള പഠിച്ച പാഠങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിട്ടുണ്ട്. ധർമ്മ നിർവഹണത്തിന് വേണ്ടിയിട്ടാണ് ഒരു സത്ത ഉണ്ടായിട്ടുള്ളത്. ധർമ്മ നിർവഹണത്തിന് വേണ്ടിയുള്ള ഒരു ഉപകരണം എന്ന രീതിയിലാണ് ഈ ശരീരം ഉണ്ടാകുന്നത്. അപ്പോ ധർമ്മം എന്നത് നടപ്പിലാക്കാനുള്ള ആ ഉപകരണത്തെ ഏത് ദിശയിൽ എന്തിനെല്ലാമായി ചരിപ്പിക്കേണ്ടതുണ്ട് എന്നതിന് ഒരു ആസൂത്രണം ആവശ്യമാണ്. അപ്പോൾ ആസൂത്രണത്തിന് തൊട്ട് മുമ്പായിട്ട് അല്ലെങ്കിൽ ആസൂത്രണം നടക്കുന്നതിന്റെ പൂർവഭാഗത്ത് എന്താണ് ഇപ്പോൾ ആവശ്യം, എന്താണ് സാധ്യത, എന്തെല്ലാമാണ് ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന അവസ്ഥകൾ, എന്താണ് തന്റെ അടിസ്ഥാന നിയമങ്ങൾ, സൗകര്യങ്ങൾ എന്നിവയെല്ലാം പരിഗണിച്ചുകൊണ്ട് ഇവയെ കൂട്ടിക്കിഴിച്ച് പ്രത്യാശാപൂർണമായ ഒരു ഭാവിയിലേക്കുള്ളൊരു യാത്ര. അപ്പോൾ ഈ ഇത്രയേറെ കാര്യങ്ങൾ, ഇത്രയേറെ ആട്രിബ്യൂട്ടുകളെ പരിഗണിച്ചുകൊണ്ട് ആ പ്രത്യാശാപൂർണമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ പ്രവർത്തന ഊർജത്തെ തിരിച്ചു വെക്കുന്നതിനെയാണ് ചിന്ത എന്ന് പറയുന്നത്. അപ്പോ ചിന്ത എപ്പോഴും ഈ നമ്മുടെ ചാലകശക്തിയെ, അതായത് പ്രാണൻ എന്ന് പറയുന്ന ചാലകശക്തിയുടെ ഗതി നിർണയിക്കുന്നതാണ്, അല്ലെങ്കിൽ ഗതി വിന്യാസം എന്ന് പറയാം. ഈ ഗതിവിന്യാസമാണ് പിന്നീട് കർമ്മത്തിലേക്ക് എത്തിക്കുന്നത്, അല്ലെങ്കിൽ കർമ്മത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്, കർമ്മത്തിന്റെ നിയന്ത്രകൻ എന്ന് പറയുന്നത് ചിന്തയാണ്. അപ്പോൾ ഈ ചിന്ത എന്ന് പറയുന്നതും കർമ്മമായി തന്നെ പരിഗണിക്കണം. കർമ്മത്തെ ആസ് എ ഹോൾ എടുക്കുകയാണെങ്കിൽ ചിന്ത എന്നുള്ളത് കർമ്മത്തിന്റെ പ്രാഗ്രൂപമാണ്. അപ്പോൾ ചിന്തയിലാണ് കർമ്മത്തിന്റെ തുടക്കം. അതിനാൽ ചിന്തയെയും ഒരു കർമ്മമായി കാണണമെന്നാണ് നമ്മൾ പറയുന്നത്. ചിന്താ ഊർജത്തിന്റെ ഗതിവിന്യാസമാണ്. അത് പ്രകൃതിയിലേക്ക് ഊർജ തരംഗങ്ങളെ പ്രവഹിപ്പിക്കും. ഇത് പ്രവഹിപ്പിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അത് പ്രതിഫലിക്കും. ഈ ധർമ്മമാണ് നടപ്പിലാകുന്നതെങ്കിൽ ആ ചെല്ലുന്ന ഊർജം അവിടെ ചെലുത്തുന്നത് ആ അപൂർണമായതിനെ പൂർണ്ണമാക്കുന്ന തലത്തിലായിരിക്കും. അതായത് ഒരു കാര്യം അവിടെ ആവശ്യമുണ്ട്, നടപ്പിലാകേണ്ടത് ആവശ്യമുണ്ട്. അത് നടപ്പിലാക്കി കഴിഞ്ഞാൽ അത് സമ്പൂർണമായി, അത് പൂർണ്ണതയിലേക്ക് എത്തും.
ആ നടപ്പിലാകേണ്ട കാര്യം സമ്പൂർണ്ണമാക്കുവാനാണ് ധർമ്മം ചെയ്യേണ്ടുന്നത് എന്ന് നമുക്കറിയാം. ധർമ്മത്തെ കർമ്മം എന്ന രീതിയിൽ നമ്മൾ മുൻപോട്ട് വയ്ക്കുമ്പോൾ ചിന്തയ്ക്ക് കാരണങ്ങളായ ഒരുപാട് ഘടകങ്ങളുണ്ടല്ലോ. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ഇന്ദ്രിയങ്ങളിൽ നിന്നും നമ്മൾ വർത്തമാന അവസ്ഥകളെ സ്വീകരിക്കുന്നു. ഇതിനു മുമ്പുണ്ടായ അനുഭവങ്ങളുടെ സ്മൃതികൾ ഉള്ളിലുള്ളത് കൊണ്ട് ഈ സ്മൃതികളെ കൈകാര്യം ചെയ്തിട്ട് അവയുടെ സാധ്യതകളും അതിന്റെ പോരായികകളും എല്ലാം പരിഗണിക്കുന്നു. ഇത് നടപ്പിലാകേണ്ടുന്ന സത്തയുടെ ധർമ്മത്തെക്കുറിച്ച്, സത്തയുടെ ശേഷികളെ കുറിച്ച് പരിഗണിക്കുന്നു. അതുപോലെ തന്നെ ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന അഹം വർത്തമാനകാലത്ത് എത്തി നിൽക്കുന്ന മനോതലത്തിന് എന്താണോ ഉള്ളത്, ഞാൻ എന്ന ഭാവം എന്താണോ ആഗ്രഹിക്കുന്നത്, അതിനെ പരിഗണിക്കുന്നു. ഇത്രയേറെ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഉപരിവ്യവസ്ഥ നിയോഗിച്ചിട്ടുള്ള ധർമ്മത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായ രീതിയിൽ നടപ്പിലാക്കി ഈ ധർമ്മപൂരണം നടക്കുക എന്നുള്ള ഒരു പരിപാടി അതേപോലെ തന്നെ നടക്കണം എന്നില്ല. അതുകൊണ്ട് തന്നെ ആ ധർമ്മത്താൽ നടപ്പിലാകേണ്ടുന്ന പൂർണ്ണത എന്നുള്ളത് നടപ്പിലാകാതെ പോകും. അപ്പൊ അതാണല്ലോ കർമ്മം എന്ന് പറയുന്നത്. കർമ്മം ചെയ്യുന്ന സമയത്ത് ആ കർമ്മം ധർമ്മത്തെ പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ അത് അപൂർണമാകും. അപൂർണമാകുമ്പോൾ അവിടെ കർമ്മ ബാധ്യതയായിട്ട് മാറും. അത് കർമ്മഋണതയായിട്ടോ കർമാധിക്യമായിട്ടോ ഒക്കെ വരാം. അതാണ് പ്രതിഫലിക്കുക. അപ്പോ പ്രകൃതിയിലേക്ക് ഈ ചിന്ത പ്രവഹിപ്പിക്കുന്ന ഊർജ തരംഗങ്ങൾ അത് അവിടെ നിന്ന് പ്രതിഫലിക്കും. അപ്പോ കർമ്മം എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ആക്ഷൻ തന്നെ വേണമെന്നില്ല. ഒരു ഊർജ തരംഗത്തിന്റെ ആഗമന നിഗമനങ്ങളാണ് എന്നുകൂടെ, ഗമനാഗമനങ്ങളാണെന്ന് കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ അവിടേക്ക് വരുന്ന, അതായത് പ്രകൃതിയിലേക്ക് ഈ സത്തയിൽ നിന്നും വരുന്ന ചിന്ത അല്ലെങ്കിൽ അതിന്റെ ഊർജം എന്ന് പറയുന്നത് ശുഭമാണെങ്കിൽ അത് അതിനനുസരിച്ചുള്ള പ്രതിഫലനങ്ങളെ തന്നുകൊണ്ടിരിക്കും. ശുഭമാണെങ്കിൽ ശുഭതരംഗങ്ങളെ അത് പുറപ്പെടുവിക്കും, പ്രതിഫലിപ്പിക്കും. അശുഭമാണെങ്കിൽ അത് അശുഭമായിട്ട് പ്രതിഫലിക്കും. അപ്പോൾ അവിടെയുള്ള ആ ഒരു ആകാശ മണ്ഡലമുണ്ട്, ഒരു ഹോളോഗ്രാഫിക് മണ്ഡലം എന്ന് പറയുന്നത്. അതായത് ഏതൊരു സത്തയുടെയും ചുറ്റുമുള്ള ആ ഒരു മണ്ഡലമുണ്ടല്ലോ, അവിടെയാണ് ഇത് പ്രതിഫലിക്കുന്നത്. അതായത് ശുഭമായിട്ട് നമ്മൾ ഒരു കാര്യത്തോട് ഇടപെടുന്ന സമയത്ത് അത് ശുഭകരമായിട്ട് അതിനെ പ്രവർത്തിപ്പിക്കും. അപ്പോൾ അത് ശുഭമായുള്ള പ്രതിഫലനങ്ങൾ അവിടെ ഉണ്ടായി വരും. നമ്മളവിടെ പ്രക്ഷുബ്ധതകൾ ഉണ്ടാക്കാൻ പറ്റുന്നെങ്കിൽ അവിടെ മൊത്തം ടർബുലന്റ് ആയിട്ട് അവിടെ നിന്ന് പ്രക്ഷുബ്ധതകൾ പ്രതിഫലിച്ചു വരും. അപ്പോൾ അതുകൊണ്ടാണ് ആകർഷണ നിയമത്തിൽ പറയുന്നത് നല്ല വിചാരങ്ങൾ നന്മകളെയും ദൂഷ്യവിചാരങ്ങൾ തിന്മകളെയും അല്ലെങ്കിൽ ദൂഷ്യഫലങ്ങളെയും ആകർഷിക്കും എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിന്ത എന്ന് പറയുന്ന കർമ്മം, അല്ലെ കർമ്മത്തിന്റെ തുടക്കം എന്നുള്ള രീതിയിലുള്ള ചിന്തയും കർമ്മമാണ്. ഈ കർമ്മം എങ്ങനെയാണോ നമ്മൾ ആകാശമണ്ഡലത്തേക്ക് നമ്മുടെ ചിന്തയെ പ്രതിഫലിപ്പിക്കുന്നത് അതിന് തത്തുല്യമായ രീതിയിൽ, ഊനമെങ്കിൽ ഊനം നന്മയെങ്കിൽ നന്മ, ആ രീതിയിൽ ഇത് പ്രതിഫലിക്കും. പ്രകൃതിയിൽ നന്മയും തിന്മയും ഇല്ല എന്നുള്ളത് ശരിയാണെങ്കിൽ പോലും ഇവിടെ നല്ല രീതിയിലുള്ള ഒരു പ്രവാഹം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ, നല്ല രീതിയിലുള്ള ഒരു തരംഗത്തെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ, നല്ല രീതിയിലുള്ള ചിന്തയെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലനം എന്ന് പറയുന്നതും അതിനനുസരിച്ച് തന്നെ ആയിരിക്കും. അപ്പോ ചിന്തയാണ് കർമ്മത്തിന്റെ അടുത്ത, അല്ലെങ്കിൽ ചിന്തയുടെ കർമ്മത്തിന്റെ ആദ്യ തല എന്നത് ബോധ്യമാവുക. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഓരോന്ന് ചിന്തിക്കുമ്പോഴും ഇത് കർമ്മത്തെ തുടങ്ങി വെക്കുന്നതാണെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ശരീരത്തിൽ നിന്നുള്ള ഒരു കർമ്മത്തെ തുടങ്ങി വെക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ഒരാളിലേക്ക് അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള ഒരു പരിസ്ഥിതിയിലേക്ക് നിങ്ങൾ കായികമായ ഒരു കർമ്മം ചെയ്യുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ്, ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ളതാണ് നിങ്ങളുടെ പരിസരത്തേക്ക് നിങ്ങൾ ചെലുത്തുന്ന ചിന്ത, നിങ്ങളുടെ ജീവിത വ്യാപാരങ്ങളിലേക്ക് നിങ്ങൾ ചെലുത്തുന്ന ചിന്ത. അതുകൊണ്ട് ചിന്തയ്ക്കും ശുഭകരമായ രൂപം ഉണ്ടായാൽ മാത്രമേ ധർമ്മപൂർത്തീകരണം നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ അത് കർമ്മബാധ്യതകളെ, കർമ്മരണതകളെ നമ്മിലേക്ക് ആകർഷിക്കുകയാണ് ചെയ്യുക എന്നുള്ള ബോധ്യത്തോടു കൂടെ വേണം നമ്മൾ ചിന്തകളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ. അപ്പൊ ഈ ബോധ്യത്തിലിരുന്നുകൊണ്ട് നിങ്ങളുടെ ചിന്തകളുടെ ആ ദിശകൾ, ഗതിവിന്യാസങ്ങളെല്ലാം എങ്ങോട്ടേക്കാണ് എന്നുള്ളത് നിരീക്ഷിക്കുക.
അതനുസരിച്ച് ചിന്തയ്ക്ക് ഒരു പാകം കൊണ്ടുവരിക എന്നുള്ളതാണ് പറയാറുള്ളത്. ആ നിരീക്ഷണം നിങ്ങളിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.